അപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസി, ഒരു ക്രിസ്ത്യാനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പം ആക്ച്വലി ഞാൻ 2020 സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരവും അവരുമായിട്ട് ചർച്ച ചെയ്യുവാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്രിസ്തീയ ദർശനം, നമ്മളവരെല്ലാം സ്നേഹിച്ച് അവരെല്ലാം കരുതി നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചിട്ടാണോ ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം? തീർച്ചയായിട്ടും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വ്യക്തമായ ദൈവിക ആലോചനയോട് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഒരു ദൈവിക ദർശനം ഉണ്ടായി. ദേവദാസന്മാർ എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വിഷയത്തിൽ വളരെ പ്രാർത്ഥിച്ചു. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു ഫേവർ ഇതിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാതിരുന്നവരാണ്. പക്ഷേ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവരൊക്കെ എന്തായി മാറി? വലിയ സമ്പന്നരായി മാറി, ബിനാമി ബിസിനസ്സുകളുടെ തലവന്മാരായി മാറി. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തോമസ് സാമുവലിന്റെ ലക്ഷ്യം ഞാൻ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നത് എനിക്ക് പൈസ ഉണ്ടാക്കാനോ എൻ്റെ സാമ്പത്തിക ലാഭത്തിനോ വേണ്ടിയല്ല. ദൈവം സഹായിച്ച് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും സാമ്പത്തികവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു പൈസ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കി ജീവിക്കണം എന്ന് ഒരു കാരണത്താലും ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. എൻ്റെ സമൂഹത്തിന്, എൻ്റെ റാന്നിക്കാർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു നാളെ പ്രതീക്ഷകൾ ഉണ്ടാകണം, അവിടെ വികസനം നടക്കണം. അതാണ് എൻ്റെ പരിപൂർണമായ ലക്ഷ്യം. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് സവിശേഷതകളുള്ള ഒരു വ്യക്തി നമ്മളോട് കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ പെന്തക്കോസ്ത് വിശ്വാസികൾ സ്ഥാനാർത്ഥിയാണെന്ന്. അതിലൊരാളെ നമുക്ക് നന്നായിട്ട് അറിയാം, കോൺഗ്രസ് നേതാവ്, മലപ്പുറം ജില്ലയിലെ DCC പ്രസിഡന്റുമായിരിക്കുന്ന VS ജോയി. എന്നാൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാരുള്ള കേരളത്തിലെ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിൽ മുഖ്യ സ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ 10 മണ്ഡലങ്ങളിൽ ഒന്നാമത് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് റാന്നി മണ്ഡലം. ധാരാളം പെന്തക്കോസ്ത് സഭകൾ, ഒരു ഏറ്റവും കുറഞ്ഞത് 25,000-ന് മുകളിൽ പെന്തക്കോസ്ത് വോട്ടുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരു പെന്തക്കോസ്തുകാരൻ ഇതാദ്യമായിട്ട് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. തോമസ് സാമുവൽ. അദ്ദേഹം റാന്നിക്കാർക്ക് വളരെ പരിചിതനായ വ്യക്തിയാണ്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അറിയാത്തവർ റാന്നിയിലില്ല. അപ്പോൾ തന്നെ അദ്ദേഹം മത്സരിക്കുന്നത് NDAയുടെ ഭാഗമായ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചില ചോദ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുവാനുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടേണ്ടതുണ്ട്. സാറേ, സ്വാഗതം. സ്ഥാനാർത്ഥിയാണ്? അതെ. NDAയുടെ സ്ഥാനാർത്ഥിയാണ്? അതെ. ഓക്കെ. എന്തോ ഒരു പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലമൊക്കെ എന്ന് പറയാം. കുടുംബ പശ്ചാത്തലം, ഞാൻ റാന്നി സ്വദേശിയാണ്. റാന്നിയിൽ അയിരൂരാണ് എൻ്റെ വീട്, എടപ്പാവൂരാണ്. ഓക്കെ. അപ്പം എൻ്റെ പപ്പായുടെ പേര് സാമുവൽ തോമസ്. റാന്നി തന്നെ അയിരൂര് മലയാറ്റൂർ പരുവാനിക്കൽ ഫാമിലിയാണ്. നിങ്ങൾ കുടുംബപരമായി ബിസിനസ്സുകാരാണോ അതോ? കുടുംബപരമായി ഞങ്ങളൊരു ഇടത്തരം ബിസിനസ്സുകാരാണ്. പപ്പായ്ക്ക് സ്റ്റേഷനറി കടയും മറ്റു കാര്യങ്ങളും ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള സിയോൺ ട്രാവൽസ് എന്ന ബസ് സർവീസും സിയോൺ ഗ്രൂപ്പ് എന്നുള്ള സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. റാന്നിയിലാണ് നമ്മുടെ പ്രവർത്തന പരിധി മേഖല. മമ്മി റാന്നിയിലാണ്, റാന്നിയിൽ വാലയിൽ എന്ന് പറയും മമ്മിയുടെ വീട്ടുപേര്. ഞാനും എൻ്റെ ഭാര്യയുടെ പേര് ഷയോണ തോമസ്. 3 മക്കളുണ്ട്, ജോഷുവ, ജോഹാൻ, റേച്ചൽ. അതാണ് നമ്മുടെ ഒരു കുടുംബം. ഒരു വിശ്വാസപരമായ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പരമ്പരാഗതമായി പെന്തക്കോസ്ത് കുടുംബത്തിൽപ്പെട്ടവർ? അതെ, തീർച്ചയായും പരമ്പരാഗതമായി. വല്യപ്പച്ചൻ? അതെ 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 അതെ. റാന്നി എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരുടെ ഒരു കോട്ടയം. അതെ അതെ. അവിടെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അതെ അതെ. അപ്പം അവരുടെ ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും അവരുടെ എല്ലാ സ്നേഹവും കരുതലും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും വിളിക്കുന്നുണ്ട്, പലരും വരുന്നുണ്ട്, കാണുന്നുണ്ട്, വളരെ സ്നേഹിക്കുന്നുണ്ട്. ഈ റാന്നിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരു മലയോര മേഖലയാണ്, പിന്നെ വിശാലമായൊരു മണ്ഡലം. ഈവൻ ശബരിമല പോലും ആ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത്രയും വിശാലമായൊരു മണ്ഡലം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓടിയെത്താൻ പറ്റുമോ? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലായിടത്തും എല്ലാവരെയും കാണുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ മാക്സിമം ഇനിയിപ്പോൾ പര്യടനം നാളെ തൊട്ട് തുടങ്ങുകയാണ്. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മാക്സിമം എല്ലാവരെയും നേരിൽ കാണുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ റാന്നിയെ സംബന്ധിച്ച് അറിയാം, എല്ലാ സ്ഥാനാർത്ഥികളെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്. അതെ, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ്.
പിന്നെ അതിഭയങ്കരമായ ചൂടിന്റെ സമയമാണ്. അതെ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ചൂടാണ് ഇപ്പോൾ. അപ്പം അതിന്റെ കൂടെ തന്നെ ഈ പ്രചരണത്തിന്റെ ചൂടും കൂടെ ആകുമ്പോഴത്തേന് വല്ലാത്തൊരവസ്ഥ. അതെ, എന്നെ സംബന്ധിച്ചൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതെ. ഓക്കെ, നല്ലൊരു പ്രസംഗനൊക്കെയാണോ? ഞാൻ ഒരു വലിയ പ്രാസംഗികനോ ഒരു വാഗ്മിയോ ഒന്നുമല്ല. ഞാനൊരു ഒതുങ്ങിക്കൂടി ഉള്ള ഒരു ചിന്താഗതിയാണ്. രാഷ്ട്രീയത്തോട് അങ്ങനെ ഒരു താല്പര്യം കോളേജ് പഠിക്കുമ്പോഴല്ലോ അങ്ങനെ രാഷ്ട്രീയക്കാരനോ അല്ല? എൻ്റെ വിദ്യാഭ്യാസം റാന്നി സെന്റ് തോമസ് കോളേജിലായിരുന്നു. 2 വർഷം പ്രീ ഡിഗ്രി പഠിച്ചതും 3 വർഷം ഡിഗ്രി പഠിച്ചതും റാന്നി കോളേജിലായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിന് അതീതമായി എനിക്കൊരു അങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രവർത്തനങ്ങളും എല്ലാവരെയും ഏകോപിപ്പിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെ സജീവമായിട്ട് ഇടപെടുവാൻ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പൊ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്തുവാ? പ്രചോദനം ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങളായി 2020 പറ്റി സാറിന് അറിയാമല്ലോ. അപ്പം സാബു സാറിന്റെ പ്രത്യേക ജീവിത രീതികളും പുള്ളി ജനങ്ങളോടുള്ള ഒരു കൺസെപ്റ്റും പുള്ളിയുടെ ആ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും സമൂഹത്തിന് വേണ്ടി ഈ നന്മ ചെയ്യുന്നു അഴിമതി നിറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ ഇന്ന് കേരളത്തിലെ ഇരുമുന്നണികളിൽ നിലനിൽക്കുന്നത്. അപ്പം അതിനെതിരെയൊക്കെ ശക്തമായുള്ള നിലപാടെടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ഞാൻ പങ്കാളിയാകുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതിലാണ് എനിക്ക് 2020 ഒരു അറ്റാച്ച്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ 2020 ഒരു ബന്ധമുണ്ടായി. അങ്ങനെ 2020 ഭാഗമായി ഈ റാന്നി പോലൊരു മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് റാന്നി എന്ന് പറയുന്നത്. രാജു എബ്രഹാമിന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അദ്ദേഹം 5 തവണയോളം MLA ആയിരുന്ന ഒരു ഇടതുപക്ഷ മണ്ഡലം. സത്യത്തിൽ അത് ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമല്ല, ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ്. പക്ഷേ രാജു എബ്രഹാം എന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം അത് പിടിച്ചടക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ ഇപ്പം വന്നിട്ട് കഴിഞ്ഞ തവണ അത് കേരള കോൺഗ്രസിന് ലഭിക്കുകയും മാണി ഗ്രൂപ്പ് അത് കഷ്ടിച്ച് വിജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഈ റാന്നിക്ക് ഒരു 2020 ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൗണ്ട് എങ്ങനെ? അതെ, തീർച്ചയായും. റാന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഒരു കാർഷിക മേഖലയും ഒരു മലയോര മേഖലയും കൂടുതലും സാധാരണ പിന്നെ പ്രവാസികൾ ഒത്തിരിയുള്ള പ്രവാസികൾ ഒരുപാടുള്ള പ്രവാസികളുടെ കാര്യത്തിലോട്ട് വരാം. അതൊരു വലിയൊരു വിഷയമാണ്. പ്രവാസികൾ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ്. റാന്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇരുമുന്നണികളെ പറ്റിയും സാറ് പറഞ്ഞല്ലോ. അപ്പം ഒരു കഴിവുള്ള ഒരുപാട് ആൾക്കാർ റാന്നിയിൽ അവർക്ക് ഇരുമുന്നണികൾക്കും ഉണ്ട്. ചെറുപ്പക്കാരുണ്ട്, കഴിവുള്ളവരുണ്ട്, മിടുക്കന്മാരായിട്ടുള്ളവരുണ്ട്. അവരെ എല്ലാം അവോയ്ഡ് ചെയ്ത് ഈ ഇരുമുന്നണികളും റാന്നിയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സ്ഥാനാർത്ഥികളും റാന്നിക്കാരല്ലാത്തവരുമാണ് ഇപ്പൊ മത്സരിക്കുന്നത്. അതൊരു പ്രത്യേകത, അതൊരു വലിയ പ്രത്യേകത. ഇത്തവണത്തെ 2 സ്ഥാനാർത്ഥികളും റാന്നിക്കാരല്ല. പക്ഷേ ഈ 2 സ്ഥാനാർത്ഥികൾ 2 വിഭാഗത്തിലും ഒരു കഴിവുള്ളവര്, നല്ല ആൾക്കാര് ധാരാളം ഉണ്ട്, ചെറുപ്പക്കാര് ചുറുചുറുക്കുള്ളവര് ധാരാളം ഉണ്ട്. അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ. അത് റാന്നിക്കാർക്ക് എല്ലാ മേഖലകളിലുള്ള 2 മുന്നണിയിലും അതൊരു വലിയ വിഷയമാണ്. ഇവരുടെ മുന്നണികളിൽ തന്നെ സീറ്റ് കിട്ടാത്ത ചെറുപ്പക്കാര് ഓടി നടക്കുന്നു. അവരുടെ അതൃപ്തി, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് അവിടെ കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2020 സംബന്ധിച്ചിടത്തോളം റാന്നിക്കാരനായ ഞാൻ, റാന്നിയിൽ ജനിച്ച് റാന്നിയിൽ പഠിച്ച് റാന്നി വഴി നടന്ന് റാന്നിയിൽ തന്നെ ഒരു ബിസിനസ്സിൽ ഉപജീവനം നയിക്കുന്ന എനിക്ക് റാന്നിയുടെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുക്കുകളും ആ മണ്ഡലമായിട്ടുള്ള എല്ലാ വഴികളിലും ഞാൻ നടക്കുകയും യാത്ര ചെയ്യുകയും എല്ലാവരെയും കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ റാന്നിക്കാർക്ക് എന്നോട് സ്നേഹമുണ്ട്. റാന്നി എനിക്കറിയാം, എനിക്ക് സ്നേഹമുണ്ട്. അപ്പം ആ 2020 NDA സഖ്യം എന്നതിൽ ഉപരി തന്നെ റാന്നിക്കാരെന്നെ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ നേരിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ റാന്നിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും റാന്നിയിൽ ആ നിലയിലുള്ള വ്യക്തിബന്ധങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ തന്നെ പറഞ്ഞു സാബു ജേക്കബിന്റെ അഴിമതി വിരുദ്ധ പാർട്ടി, അതാണല്ലോ 2020 ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളിലൊന്നും. അഴിമതിയില്ലാത്ത ഒരു സാമൂഹിക സേവനം നടത്തുന്ന ഒരു സംവിധാനം. ഓക്കെ, അങ്ങനെ അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയം സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധ്യമാകും. അതാണ് 2020 പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം
2020 ഭരിക്കുന്ന പല പഞ്ചായത്തുകളെ പറ്റി സാർ അറിഞ്ഞു കാണുമല്ലോ. അറിയാം. നമുക്കത് കാണാൻ പറ്റും. അത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നേരിൽ പോയാലും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അഴിമതി രഹിതമാണ്, അവിടെ മോഷണമില്ല, പിടിച്ചുപറിയില്ല, ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളും വികസനങ്ങളും നടത്തിയതിനു ശേഷം കോടിക്കണക്കിന് രൂപ ബാലൻസ് ഉള്ള പഞ്ചായത്തുകളാണ് 2020 എന്നുള്ളത്. ഓക്കെ, അത് മനസ്സിലായി. 2020 അപ്പോൾ അവരുടെ CSR ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് കേരളത്തിൻ്റെ ഒരു പൊതുധാരണ ഇതൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പൊതുവിൽ ആളുകൾ കാണുന്നത്. കാര്യം ശരിയാണ്, പല നേതാക്കന്മാരെ നമുക്ക് ഇഷ്ടവും താല്പര്യവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഒതുക്കത്തിൽ നമ്മളെല്ലാവരും പറയും ഇവര് പിന്നെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ആത്യന്തിക ലക്ഷ്യം. നമ്മൾ കാണുന്നതിൽ ഒരു 80-85% രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാതിരുന്നവരാണ്. പക്ഷേ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവരൊക്കെ എന്തായി മാറി, വലിയ സമ്പന്നരായി മാറി, ബിനാമി ബിസിനസ്സുകളുടെ തലവന്മാരായി മാറി. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തോമസ് സാമുവലിന്റെ ലക്ഷ്യം എന്തു? അതെ, സാറ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. രാഷ്ട്രീയ പാർട്ടി അല്ലെ രാഷ്ട്രീയക്കാരെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പം പൊതുവിൽ അറിയുന്നത്. പക്ഷെ 2020യെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് നമുക്കുള്ളത്. ഒരിക്കലും ജനസേവനവും ജനങ്ങളെ ഒന്നിപ്പിക്കാനും ജനങ്ങളെ സ്നേഹിക്കുവാനും അവരെ ഒരുമിച്ച് കൊണ്ട് നടത്തി എല്ലാ മതവിഭാഗത്തിലുള്ളവരും എല്ലാ വിഭാഗത്തിലുള്ളവരും ഒരേ ചരടിൽ കോർത്ത് കൊണ്ടുപോകാനാണ് 2020 ശ്രമിക്കുന്നത്. അതൊരു പണം ഉണ്ടാക്കുവാനോ അഴിമതി നടത്തുവാനോ അക്രമം ഉണ്ടാക്കുവാനോ ഉള്ള ഒരു പാർട്ടിയോ അല്ല അങ്ങനെ ഒരു ചിന്താഗതിയോ 2020ക്കില്ല. 2020യുടെ സ്നേഹം എന്നും ജനങ്ങളോടൊപ്പം. ഞാൻ ഈ രാഷ്ട്രീയത്തിലോട്ട് വന്നത് എനിക്ക് പൈസ ഉണ്ടാക്കാനോ എൻ്റെ സാമ്പത്തിക ലാഭത്തിനോ വേണ്ടിയല്ല. ദൈവം സഹായിച്ച് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും സാമ്പത്തികവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു പൈസ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കി ജീവിക്കണം എന്ന് ഒരു കാരണത്താലും ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. എൻ്റെ സമൂഹത്തിന്, എൻ്റെ റാന്നിക്കാർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു നാളെ പ്രതീക്ഷകൾ ഉണ്ടാകണം, അവിടെ വികസനം നടക്കണം. അതാണ് എൻ്റെ പരിപൂർണമായ ലക്ഷ്യം. ഈ റാന്നിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തുവാ? റാന്നിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാവരും അറിയുന്ന പോലെ റാന്നിയിൽ ഇന്നേ വരെ യാതൊരു വിധമായ വികസനവും കടന്നു വന്നിട്ടില്ല. ഒരു വികസനവുമില്ല. റാന്നി എണ്ണി പറയുവാൻ പറ്റും. റാന്നി വളരെ ശോചനീയാവസ്ഥയിലാണെന്ന് കടന്നു പോകുന്നത്. പ്രവാസികളുടെ വിഷയം വലിയൊരു, അവരെ ഫോളോ അപ്പ് ചെയ്യാനോ പ്രവാസികൾക്കൊരു അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനോ അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുവാനോ ഒന്നും ഒരു MLA-മാരെല്ലാം ഈ രാജ്യങ്ങളിലെല്ലാം പോകുന്നുണ്ടല്ലോ. MLA-മാരെല്ലാം ഞാൻ ഈ ദിവസങ്ങളിൽ പല വീടുകളിലും കയറുമ്പോൾ പ്രവാസികള് വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങള്, അവർക്ക് പ്രോപ്പറായിട്ട് ഒരാളെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അവരെ ഇവര് പരിഗണിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് ഈ പ്രവാസികളെ ഒരു കറവ പശുവാക്കി ഇവര് വെച്ചേക്കായിരുന്നു. അവരുടെ ആവശ്യമെല്ലാം പണം പിരിക്കും, പക്ഷെ അങ്ങോട്ടൊന്നും. അതെ, നമുക്ക് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. അത് മുഖ്യ വിഷയമാണ്. റാന്നിയുടെ വികസനം. റാന്നിയിലെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു പ്രാഥമിക വികസനം പോലും നടന്നിട്ടില്ലാത്തൊരു നാടായിട്ടാണ് ഇന്ന് റാന്നി മാറിയിരിക്കുന്നത്. മലയോര ഗ്രാമമായ റാന്നിയെ വളരെ വിശാലമായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ വികസനം എത്തിക്കുക എന്ന് പറയുന്നതും പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇല്ല, ഒരിക്കലും പ്രായോഗികമായിട്ട് വികസനം എത്തിക്കാൻ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് റാന്നി. റാന്നിയിൽ ഇപ്പം കഴിഞ്ഞ വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന MLA ഭരണകക്ഷിയുടെ ആളാണ്. അദ്ദേഹം ഒരു 5 വർഷം മുമ്പ് ഒരു പാലത്തിന് തറക്കല്ലിടുകയുണ്ടായി. 2-3 തൂണുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുന്നു, പാലം ഉദ്ഘാടനം ചെയ്യും, പല ഫ്ലെക്സ് ബോർഡുകളും റാന്നിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പിൽഗ്രിം സെന്റർ, അവരുടെ ഇടത്താവളം, അപ്പം റാന്നിയിൽ അവർ വന്നാൽ വിശ്രമിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അതിനു വേണ്ടിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തറക്കല്ലിടുകയും പ്രവർത്തനം തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യങ്ങളും ഒരു വികസനവും. വേറൊരു വലിയ പ്രശ്നമല്ലേ ഈ കാർഷിക മേഖലയാണ്. പക്ഷെ ഇപ്പൊ ഈ വന്യജീവി പ്രശ്നം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് അല്ലേ? അതെ, വന്യജീവി പ്രശ്നം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നതിലുപരി ഒരു കാരണവശാലും കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം റാന്നിയിൽ പന്നിശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഈ കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊതുകുകളുടെ ശല്യവും മറ്റ് ജീവികളുടെ ശല്യവും വളരെ പ്രശ്നത്തിൽ കൂടാണ് ജനങ്ങൾ പോകുന്നത്. ഞാനിപ്പം നാടുകളിൽ ഇടവഴികളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ജനങ്ങളുടെ കർഷകരുടെ ദുരിതം നമ്മൾ പറയുന്നതിനും
വളരെ വിഷമകരമാണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തകർന്നു. ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം, ഒരു രീതിയിലും കൊച്ചു കുഞ്ഞുങ്ങൾക്കോ ഒരു ഇടത്തരം പ്രായക്കാർക്കോ ഒന്നും ഇറങ്ങി നടക്കാത്ത രീതിയിൽ അപകടകാരികളായിട്ട് ഈ നായ്ക്കളുടെ ശല്യം സത്യത്തിൽ വളരെ ശോകമായ ഒരു കാഴ്ചയാണ് റാന്നിയിൽ എനിക്ക് കാണാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും നമുക്ക് റാന്നി ഒന്ന് റാന്നിക്കാരൻ എന്നുള്ള രീതിയിൽ, റാന്നിയുടെ മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് റാന്നിയുടെ ഒരു വികസനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. റാന്നി വികസിക്കണം. റാന്നിയിലെ നല്ല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അവിടുത്തെ ഫണ്ടുകൾ അധികമായിട്ട് കിട്ടാനുണ്ട്. അപ്പം റാന്നി അതെല്ലാം നമുക്കൊരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ റാന്നിയെ നമുക്കൊരു വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. റാന്നി ഇപ്പോൾ അടിസ്ഥാനപരമായി പോലും ഈ തകർന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ, കേരളത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ നഗരമാക്കി, പ്രമുഖ ഒരു മണ്ഡലമാക്കി റാന്നിയെ മാറ്റാൻ പറ്റും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും റാന്നിയിലുണ്ട്. അത് മാറി മാറി വന്ന ഒരു ഇരുമുന്നണികളും അത് ഉപയോഗിച്ചിട്ടോ അവരതിനെപ്പറ്റി ബോധർ ചെയ്തിട്ടോ ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ റാന്നിയിലൊരു സ്വതന്ത്ര ഈ 2020 ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും അതിനൊരു പബ്ലിസിറ്റി കൊടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതെ, അദ്ദേഹം പറഞ്ഞത് റാന്നി ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് 2020 സ്ഥാനാർത്ഥി വന്നിരിക്കുന്നതെന്ന്. അതെ, ഈ വല്ല ഡീലും ഉണ്ടോ? അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാനും കേട്ടു. അത് ഏതർത്ഥത്തിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ റാന്നിയിൽ എന്നല്ല, കേരളക്കരെ ആകെ അറിയാവുന്ന കാര്യം ഡീല് നടന്നിരിക്കുന്ന ആരുമായിട്ടാണ്. ഇവർ ഇരു മുന്നണികളും തമ്മിലാണ് ഡീല്. ഇവരുടെ സഖ്യം, ഇന്ത്യ മുന്നണി, സതീശൻ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും സതീശൻ നേതൃത്വം നൽകുന്ന കോൺഗ്രസും അതേസമയം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉൾപ്പെട്ട ഒരു സഖ്യമാണല്ലോ ഇന്ത്യ സഖ്യം. അതിലുപരി ഞാൻ താമസിക്കുന്നത് റാന്നിയിലാണെന്ന് സാറിന് അറിയാമല്ലോ. റാന്നിയിൽ എൻ്റെ പഞ്ചായത്തിൽ, അരൂർ പഞ്ചായത്തിൽ ഭരിക്കുന്നത് ഈ സഖ്യം, ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം, ഇവരുടെ ഡീലിലാണ്. എൻ്റെ പഞ്ചായത്ത് ഇവർ ഒന്നിച്ച് ഭരിക്കുന്നവരാണ്. അപ്പം ഇവർ ഏതർത്ഥത്തിലാണ് എൻ്റെ ഡീലിനെ പറ്റി സംസാരിക്കാൻ ഇവർക്ക് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഡീലുള്ളത് സതീശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ഡീലുള്ളത്. അവരാണ് അതിൻ്റെ ഡീലുകാർ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, ഈ ജനങ്ങൾക്ക് പറയുവാനുള്ളൂ, കേരളത്തിന് പറയുവാനുള്ളൂ. അല്ല, അതുകൊണ്ടാണ് പിന്നെ ഡീലിന്റെ ഭാഗമായിട്ടാണ് സാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് അവരുദ്ദേശിച്ചത്. അതെ, അവരുദ്ദേശിച്ചത് അതായിരിക്കാം. പക്ഷെങ്കിൽ സത്യത്തിൽ ഡീല് നടക്കുന്ന അവർ തമ്മിലാണ്. നമ്മൾ റാന്നിയുടെ വികസനത്തിന് വേണ്ടി, റാന്നിക്കാരനായ ഞാൻ റാന്നിയുടെ വികസനത്തിന് വേണ്ടി, റാന്നിയുടെ സമഗ്ര സന്തോഷത്തിനും വികസനത്തിനും വേണ്ടിയാണ് ഞാൻ ഉൾക്കൊള്ളുന്ന റാന്നിക്കാരനെ സ്വീകരിച്ചു കഴിഞ്ഞു. ഏതായാലും പിന്നെ റാന്നിയിൽ ഇങ്ങനൊരു തോമസ് സാമുവൽ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഉണ്ട് 2020 എന്നുള്ളത് സതീശന്റെ പ്രസ്താവനയിലൂടെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം. പ്രതിപക്ഷ ദിവസങ്ങളിൽ അത് പോകുമ്പോ അറിയാലോ. അതെ, ആ പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രസ്താവനയിൽ കൂടെ എന്നെ റാന്നിക്കാർക്ക് അറിയായിരുന്നു. പുറത്തോട്ട്, റാന്നി മണ്ഡലത്തിന്റെ പുറത്തോട്ട് എന്നെ 4 പേരെ അറിയുവാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ദിവസങ്ങളിലൊക്കെ ഒത്തിരി കോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും കോളുകൾ വരുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ കൃപയാൽ അദ്ദേഹത്തിൽ കൂടെ തന്നെ 4 പേരെ അറിയുവാനുള്ള ഒരു അവസരവും ദൈവം എനിക്ക് ഒരുക്കി തന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യവും NDA കാര്യവും ഒക്കെ പറഞ്ഞല്ലോ. NDA എന്ന് പറയുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. അതെ, BJP നേതൃത്വം. അപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പെന്തക്കോസ്ത് വിശ്വാസി, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പം ആക്ച്വലി ഞാൻ 2020 സ്ഥാനാർത്ഥിയാണ്. 2020 ഇപ്പം NDAയുമായിട്ട് സഖ്യത്തിലാണല്ലോ, സാറിനറിയാമല്ലോ. അപ്പം ഇപ്പം കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ BJP ഒരു സെക്യുലർ, നമ്മളെല്ലാവരും സ്നേഹിച്ചും ഒരേ രീതിയിൽ എല്ലാവരെയും കണ്ടും കാഴ്ചപ്പാടോട് പോകുന്ന പാർട്ടിയാണല്ലോ. അപ്പം നോർത്ത് ഇന്ത്യയിലും മറ്റു സാറ് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾക്കും മറ്റും ആക്രമണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നു എന്ന് ഞാനും കേൾക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരവും അവരുമായിട്ട് ചർച്ച ചെയ്യുവാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ക്രിസ്തീയ ദർശനം, നമ്മളവരെല്ലാം സ്നേഹിച്ച്, അവരെല്ലാം കരുതി നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോയാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് അത് അസാധ്യമല്ല. ദൈവം ഒരുക്കി തരുന്ന ഈ ഒരു നല്ല വഴികളെ നമ്മൾ കണ്ട് നമ്മളതിൽ
വിജയം നേടുക എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ സാർ പറഞ്ഞു വരുന്നത് ഈ NDAയുടെ ഭാഗമായി BJPയുടെ ഭാഗമായിട്ടൊക്കെ നിന്ന് മത്സരിക്കുമ്പോൾ അതുകൊണ്ട് ഈ വിശ്വാസപരമായി ഉള്ള വ്യത്യസ്തമായ ഒരു സമൂഹത്തിൽ ഭാഗമായിരിക്കുന്ന തോമസ് സാമുവേൽ ഇങ്ങനെ NDAയുടെ ഭാഗമായി മത്സരിക്കുമ്പോൾ ഈ സാധാരണ വിശ്വാസികൾക്കുണ്ടാകുന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. BJP പല സ്ഥലങ്ങളിലും BJPയുടെ പോഷക സംഘടനകളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ത് ചെയ്യുന്നു, ക്രൈസ്തവർക്കെതിരായിട്ട് പലവിധമായ പ്രശ്നം, കന്യാസ്ത്രീകളുടെ വിഷയമാണെങ്കിലും പാസ്റ്റേഴ്സിൻ്റെ വിഷയമാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് നേട്ടം അല്ലെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും? തീർച്ചയായിട്ടും അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോഷക സംഘടനകളിൽ നിന്നൊക്കെ അക്രമങ്ങളൊക്കെ ഉണ്ടാകുവാണെങ്കിൽ നമുക്കൊരു സംസാരിക്കാൻ ഒരവസരം, നമുക്ക് അവരെ ഇടപെടുവാൻ ഒരവസരം, അതിനൊക്കെ ഒരു പരിഹാരം കാണുവാനും ഒരു ചർച്ച ചെയ്യുവാനും എല്ലാം സ്നേഹത്തിൽ കൊണ്ടുപോകാനും ഒരവസരം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. ഈ പ്രാർത്ഥിച്ചിട്ടാണോ ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം? തീർച്ചയായിട്ടും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വ്യക്തമായ ദൈവിക ആലോചനയോട് കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഒരു ദൈവിക ദർശനം ഉണ്ടായി. ദേവദാസന്മാർ എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വിഷയത്തിൽ വളരെ പ്രാർത്ഥിച്ചു. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു ഫേവർ ഇതിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അത് എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം ഈ കാര്യത്തിലുണ്ട്. ദൈവത്തിന് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഉദ്ദേശമുണ്ട് എന്നുള്ള യാതൊരു സംശയം. റാന്നിയിലെ പാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണോ? റാന്നിയിലെ എല്ലാ പാസ്റ്റർമാരുമായിട്ടും എനിക്ക് വളരെ നല്ല വ്യക്തിബന്ധമുണ്ട്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഞാൻ അറിയാവുന്ന പോലെ പ്രമുഖ പാസ്റ്റർമാരെ ഒരുപാട് പേര് റാന്നിയിലുണ്ട്. ഉദാഹരണമായി പറഞ്ഞ പാസ്റ്റർ പ്രിൻസ് റാന്നി, അതുപോലെ തന്നെ നമ്മുടെ PC ചെറിയാൻ പാസ്റ്റർ, രാജു മേത്ര, അതെ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധവും സ്നേഹവും എല്ലാ വിശ്വാസികളുമായിട്ടും ഉണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ ക്രിസ്തീയ സമുദായമായിട്ടും മർത്തോമാ സഭ ഒരുപാട് പ്രബലമായുള്ള റാന്നിയാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മറ്റാൾക്കാരെല്ലാം മർത്തോമ വിശ്വാസികളാണ്. സഭയുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാനാനിയ സഭ, ഓർത്തഡോക്സ് സഭയുണ്ട്, യാക്കോബ സഭയുണ്ട്, CSI ഉണ്ട്. CSIക്ക് നല്ല പേരോട്ടമുള്ള സ്ഥലമാണ് റാന്നി. ഇവാഞ്ചലിക്ക സഭയുണ്ട്. അങ്ങനെ ഒരുപാട് മറ്റ് CMS സമൂഹമുണ്ട്. അപ്പം അത് ഒരുപാട്, അത് ഈ പറയത്തക്കല്ലാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ വളരെ വേരൂന്നിയ ഒരു സ്ഥലമാണ് റാന്നി. എല്ലാവരുമായിട്ടും നല്ല ബന്ധവും നല്ല അടുപ്പമുണ്ട്. അതിലുപരി എനിക്ക് ജാതിയോ മതമോ ഉള്ള ചിന്തകൾക്ക് അതീതമായി എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും, എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ എന്നെ ചെറുപ്പം മുതലേ അവരോടെല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പോകുന്ന ഒരാളാണ്. ഞാനൊരു മതത്തിൻ്റെ വക്താവായിട്ട് ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിണക്കി അവരോടുള്ള സ്നേഹം ഞാൻ പിടിച്ചു പറ്റി ഞാൻ റാന്നിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് എൻ്റെ ചെറുപ്പകാലം മുതൽ. ഏതായാലും വലിയ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പിന്നെ ഊണുറക്കവും ഇല്ലാതെ ഓടി നടക്കുകയാണ്. വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനമായിട്ട് ഈ റാന്നിയിലെ വോട്ടർമാരോട് എന്താ ഒന്ന് വ്യക്തിപരമായി പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. എൻ്റെ പ്രിയപ്പെട്ട റാന്നിയിലെ വോട്ടർമാരോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്. ഞാൻ റാന്നിക്കാരനാണ്. അപ്പം ഏതൊരാവശ്യത്തിനും ഏത് സാഹചര്യത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഒരാളായി, നിങ്ങളോടൊപ്പം, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ മകനായി, നിങ്ങളുടെ ജ്യേഷ്ഠനായി, നിങ്ങളുടെ അനിയനായി എന്നും ഞാൻ റാന്നിക്കാരോടൊപ്പം ഏത് സാഹചര്യത്തിലും കാണുമെന്നുള്ള ഉറപ്പാണ് എനിക്ക് റാന്നിയിലെ വോട്ടർമാരൊക്കെ കൊടുക്കുവാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും എന്നെ നിങ്ങളുടെ ഒരു കുടുംബാംഗമായി കാണണം. നിങ്ങൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുന്നതിനേക്കാളുപരി നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകണം. നിങ്ങൾ എന്നെ ചേർത്ത് നിർത്തണം. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്കതാണ് പറയുവാനുള്ളത്. ഓക്കെ.